തൃശൂർ ചാലക്കുടി പഴയ പാലത്തിന് ഗുരുതര ബലക്ഷയമുണ്ടെന്ന കണ്ടെത്തൽ. ദേശീയപാത അതോറിറ്റിയുടെ പരിശോധനയിലാണ് പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. പാലം അറ്റകുറ്റപ്പണിക്കായി പൂർണ്ണമായും അടച്ചിടണമെന്ന തീരുമാനത്തിലാണ് അധികൃതർ. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച കൺസൾട്ടൻസി നടത്തിയ സാങ്കേതിക പരിശോധനയിലാണ് ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ ദേശീയപാത പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതോടെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാലം അറ്റകുറ്റപ്പണിക്കായി പൂർണ്ണമായി അടച്ചിടാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. പുഴയ്ക്ക് കുറുകെ എറണാകുളത്ത് നിന്നും തൃശൂരിലേക്കുള്ള പാലത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുക. ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ തിരുനാളും കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയും ഫെബ്രുവരി മാസത്തിൽ നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവയ്ക്ക് ശേഷം മാത്രമേ പാലമടയ്ക്കാവൂ എന്ന് ജനപ്രതിനിധികൾ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. ഓൾറെഡി ചാലക്കുടിയിലെ കോട്ട ഭാഗം വരെ പലപ്പോഴും രാത്രികാലങ്ങളിലും പകലും നമ്മൾ ബ്ലോക്കുകൾ കാണുന്നതാണ്. അതിൻ്റെ കൂടെ ഈ പാലം അടച്ചിടുക എന്ന് പറയുമ്പോൾ പാലം അടച്ചിടണ്ടെന്നല്ല പറയണേ, പക്ഷെ റിക്വസ്റ്റ് ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിൽ വരുന്ന പെരുന്നാളും 19, 20, 21 തീയതികളിൽ വരുന്ന താലപ്പൊലിയും കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അതോറിറ്റി ഇത് കൺസിഡർ ചെയ്യണം. 1972 ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പാലം നിർമ്മിച്ചത്. പാലത്തിനോട് ചേർന്ന് തന്നെ 2010 പുഴയ്ക്ക് കുറുകെ മറ്റൊരു പാലവും പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകിയിരുന്നു. പഴയ പാലം അടയ്ക്കുന്നതോടെ ഇരു ദിശകളിലേക്കുമുള്ള ഗതാഗതം ഒരു പാലത്തിലൂടെ മാത്രം തിരിച്ചുവിടാനാണ് തീരുമാനം. ഇതിനായി പാലത്തിന്റെ ഇരുവശത്തുമുള്ള ദേശീയപാത മീഡിയനുകൾ പൊളിച്ചുമാറ്റി റോഡ് ബലപ്പെടുത്തുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ ബെയറിംഗ് മാറ്റുന്ന ജോലികളാണ് പ്രധാനമായും നടത്തുകയെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയപാതയിൽ കൊരട്ടിയിൽ മേൽപ്പാല നിർമ്മാണവും ചിറങ്ങര, മുരിങ്ങൂർ, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മാണവും നടക്കുന്നുണ്ട് നിലവിൽ. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.